ഹലോ ഹായ് നമസ്തേ നമസ്കാരം. മലയാളികൾക്ക് എന്നും സ്വന്തമാണ് സാമ്പാർ അല്ലേ? വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് ഒരു അടിപൊളി സദ്യ സ്റ്റൈൽ സാമ്പാറിൻ്റെ റെസിപ്പി നേരത്തെ തന്നെ അമ്മ നമ്മൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരുപാട് പേര് അത് ട്രൈ ചെയ്ത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും ഇപ്പോൾ ആ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് തുടർച്ചയായും യൂസ് ചെയ്യുന്നതെന്നും പറയാറുണ്ട്. അതൊക്കെ കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാണാത്തവർ ഒന്ന് പോയി കാണുക. ഇൻഫാക്ട് എനിക്കും അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം അമ്മയുടെ സാമ്പാർ തന്നെയാണ്. എന്നാൽ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ, പരിപ്പ് പോലും ഇല്ലാതെ ഒരു സാമ്പാർ എങ്ങനെ സ്വാദിഷ്ടമായി തയ്യാറാക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അമ്മ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് കേൾക്കുമ്പോൾ ശരിക്കും നിങ്ങളൊന്ന് ഞെട്ടിപ്പോയി കാണും അല്ലേ? എന്നാൽ ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഒട്ടും സമയം കളയാതെ തന്നെ അമ്മയുടെ ഈ ഒരു സ്പെഷ്യൽ കഷ്ണങ്ങളില്ലാത്ത, പരിപ്പ് പോലും ഇല്ലാത്ത സാമ്പാർ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് മടങ്ങി വരാം. ഇതിപ്പോൾ ഒരു അരക്കപ്പ് പൊട്ടുകടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതായത് ചട്നി ദാൽ. ഇതിപ്പം മിക്സിയുടെ ഒരു ജാറിൽ ചേർത്ത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി വെക്കാം. ഇനി അതിലോട്ട് ഒരു 5 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇത് ഞാനിപ്പോൾ കൽച്ചട്ടിയിലാണ് സാമ്പാർ തയ്യാറാക്കുന്നത് കേട്ടോ. അതിലോട്ട് ഒരു 10 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു 2 ചെറിയ സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാകും. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഒന്ന് വഴറ്റാം. കൽച്ചട്ടി ആയതുകൊണ്ട് അത് ചൂടായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചൂട് നിൽക്കുകയും ചെയ്യും. അതിലോട്ട് 4 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. നമ്മളിപ്പോൾ ഈ സാമ്പാറിൽ മറ്റ് കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതിന് പകരമായിട്ട് ക്യാബേജാണ് ഞാനിവിടെ ചേർക്കുന്നത്. ക്യാബേജ് സാമ്പാർ ഞാൻ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു സാമ്പാറാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. കണ്ടില്ലേ, തോരനിലും കുറച്ചും കൂടി വലുപ്പത്തിൽ വേണം അരിയാനായിട്ട്. ഈ ഒരു സൈസിൽ ഇതുപോലെ വലിയൊരു ബൗളുണ്ട്. ഒരു ചെറിയ ക്യാബേജിൻ്റെ 1/4 ഭാഗമുണ്ട് കേട്ടോ. ഇതും കൂടി നമുക്ക് കൽച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കഷ്ണങ്ങൾ ചേർക്കുന്ന സാമ്പാറിലും കുറച്ച് ക്യാബേജ് ചേർത്താലും നല്ലതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ സാമ്പാറിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എരിവിനായിട്ട് പച്ചമുളകും വറ്റൽമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. എല്ലാം കൂടി നന്നായിട്ട് തന്നെ വഴണ്ട് വരട്ടെ. ക്യാബേജും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടൊമാറ്റോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയും ഒക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ആ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഈ സമയത്ത് നമുക്കതിലേക്ക് ചേർക്കാം. ഇനി ഒരു 3 ഗ്ലാസ് വെള്ളം കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സാമ്പാർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒരു കുറുകിയ വരുവല്ല, കുറച്ച് ലൂസായിട്ട്, എന്നാൽ തീരെ ലൂസല്ല താനും. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി പുളിക്കായിട്ട് നമ്മൾ ടൊമാറ്റോ ചേർത്തിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടെ പുളി വേണം. അപ്പോൾ ഒരു ടീസ്പൂൺ നാരങ്ങാ നീരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. വാളംപുളിയല്ല ഇവിടെ ചേർക്കുന്നത്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഫൈനലായിട്ട് ഒരു 2 ടീസ്പൂൺ ഫ്രഷ് ആയിട്ടുള്ള മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആ ഫ്ലേവറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് എപ്പോഴും സാമ്പാറിൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം നമുക്ക് ഓഫാക്കി അതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. 2 തണ്ട് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു സാമ്പാറാണിത് കേട്ടോ. പരിപ്പ് വേവിക്കലില്ല, പ്രഷർ കുക്കർ യൂസ് ചെയ്യണ്ട, കഷ്ണങ്ങൾ അരിഞ്ഞ് റെഡിയാക്കണ്ട, ഒന്നും ബുദ്ധിമുട്ടില്ല. കടുക് വറക്കാനായിട്ട് ഒരു തട്ക പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കാം. 2 വറ്റൽമുളക് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉള്ളി മൂത്ത് വന്നു കഴിഞ്ഞാൽ 2-3 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഉലുവ പച്ചയ്ക്ക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല ചൂടോടുകൂടി നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് അടച്ചു വെക്കാം.
ഒരു 10 മിനിറ്റിന് ശേഷം ഈ സാമ്പാർ ഒന്ന് ഇളക്കി നല്ല ചൂടോടുകൂടി നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലിയുടെ കൂടെ നമുക്ക് കഴിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഈ സാമ്പാറിൽ മുളക് പൊടിയോ വാളംപുളിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സാദാ സാമ്പാറിൽ നിന്നും കളറ് വളരെ വ്യത്യസ്തമാണ്, സ്വാദും വളരെ ശ്രേഷ്ഠമാണ്. ഈ ക്യാബേജ് നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഉള്ളി മാത്രം ചേർത്തും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സാമ്പാർ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ല ചൂട് ഇഡ്ഡലി, ദോശ, ഉപ്പുമാവ് എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളിയാണ് കേട്ടോ. കൽച്ചട്ടിയുടെ ചൂടിലിരുന്ന് തന്നെ അതിപ്പോൾ തിളച്ചുകൊണ്ടേ ഇരിക്കുക, കണ്ടില്ലേ? എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, ആവശ്യത്തിനെ കുറുകിയിട്ടുള്ളൂ, എന്നാൽ കൂടുതലങ്ങ് ലൂസല്ല താനും. ഈ ഒരു പരുവമായിരിക്കണം. നല്ല പൂ പോലെയുള്ള ഇഡ്ഡലി ഉണ്ട്, കണ്ടില്ലേ? വാഴയിലയിൽ തന്നെ നമുക്കിന്ന് കഴിച്ച് കളയാം. അതിൻ്റെ ഒരു സുഖമൊന്നും വേറെയല്ലേ. നല്ല ആവി പറക്കുന്ന സാമ്പാറാണ്. ഇഡ്ഡലിയുടെ മുകളിലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് കാണുമ്പം തന്നെ ഇതിലൊരെണ്ണം എടുത്തൊന്ന് കഴിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അതെനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഞാനും ഇന്ന് രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു സാമ്പാർ അത്രയ്ക്ക് ടേസ്റ്റിയായ ഒരു സാമ്പാറാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ക്യാബേജ് ആയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നല്ലേ. പക്ഷേ ഇതേ രീതിയിൽ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഈ സ്വാദം നിങ്ങളും ഒന്ന് ആസ്വദിച്ച ശേഷം അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടി ഞങ്ങളെ അറിയിക്കണം. എന്തായാലും ഞാനിതൊന്ന് കഴിക്കട്ടെ. എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഉപ്പും എരിവും പുളിയും എല്ലാം കൂടി ഒത്തുചേർന്നപ്പം സ്വാദിൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ കഷ്ണങ്ങളൊന്നും വീട്ടിലില്ലാത്ത ദിവസം ഇതുപോലെ ക്യാബേജ് ചേർത്തോ ക്യാബേജ് ചേർക്കാതെയോ ഉള്ളി മാത്രം ഇട്ടോ ഒക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാം. എന്തായാലും ഈ ഒരു രീതിയിൽ പൊട്ടുകടലയൊക്കെ ചേർത്ത് നിങ്ങൾ സാമ്പാർ ഒന്ന് തയ്യാറാക്കി നോക്കണം. എളുപ്പം ഉണ്ടാക്കിയെടുക്കരുതോ. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.